ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2026 ലോഗോസ് ക്യൂസിനായുള്ള പാഠഭാഗങ്ങളിൽ ഗലാത്യ 5-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളടങ്ങിയ വീഡിയോയാണ്. ഒന്നാമത്തെ ചോദ്യം: ആരാണ് നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് മോചിപ്പിച്ചത്? ക്രിസ്തു. ക്രിസ്തു നമ്മെ എവിടേക്കാണ് മോചിപ്പിച്ചത്? സ്വാതന്ത്ര്യത്തിലേക്ക്. ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് മോചിപ്പിച്ചതിനാൽ നിങ്ങൾ ഇനി എന്തിനു വിധേയരാകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അടിമത്തത്തിൻ്റെ നുകത്തിന്. എന്തു സ്വീകരിക്കുന്നെങ്കിൽ ക്രിസ്തു നിങ്ങൾക്ക് ഒന്നിനും പ്രയോജനപ്പെടുകയില്ല എന്നാണ് ഗലാത്യക്കാരോട് ശ്ലീഹ പറഞ്ഞത്. പരിച്ഛേദനം സ്വീകരിക്കുന്നെങ്കിൽ. പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനും എന്തിനു കടപ്പെട്ടവനാണെന്നാണ് പറഞ്ഞത്? നിയമം മുഴുവനും പാലിക്കാൻ. എന്തു ചെയ്യുന്നവനാണ് നിയമം മുഴുവനും പാലിക്കാൻ കടപ്പെട്ടവനാണെന്ന് ശ്ലീഹ പറഞ്ഞത്? പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനും. എന്തിനാലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത്. നിയമത്തിലാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് കരുതുന്നെങ്കിൽ. നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ വീണുപോവുകയും ചെയ്തിരിക്കുന്നത് എപ്പോഴാണ്? നിയമത്തിലാണ് നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ. പൗലോസ് ശ്ലീഹായും കൂട്ടരും എന്തിലൂടെ നീതി ലഭിക്കുമെന്ന പ്രത്യാശയോടെയാണ് കാത്തിരുന്നത്? പരിശുദ്ധാത്മാവിലൂടെ, വിശ്വാസം വഴി. ആരിലൂടെ വിശ്വാസം വഴി നീതി ലഭിക്കുമെന്ന പ്രത്യാശയോടെയാണ് പൗലോസ് ശ്ലീഹായും കൂട്ടരും കാത്തിരുന്നത്? പരിശുദ്ധാത്മാവിലൂടെ. പരിശുദ്ധാത്മാവിലൂടെ എന്തുവഴി നീതി ലഭിക്കുമെന്ന പ്രത്യാശയോടെയാണ് പൗലോസ് ശ്ലീഹായും കൂട്ടരും കാത്തിരുന്നത്? വിശ്വാസം വഴി. പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി എന്തു ലഭിക്കുമെന്ന പ്രത്യാശയോടെയാണ് പൗലോസ് ശ്ലീഹായും കൂട്ടരും കാത്തിരുന്നത്? നീതി. ആർക്കാണ് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സുപ്രധാനമായ കാര്യം എന്താണ്? സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് എന്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനം? സ്നേഹത്തിലൂടെ. പൗലോസ് ശ്ലീഹായ്ക്ക് ഗലാത്യക്കാരെക്കുറിച്ച് ഏതു കാര്യത്തിലാണ് ഉത്തമ വിശ്വാസമുള്ളത്? ശ്ലീഹായുടെ വീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി യാതൊന്നും ചിന്തിക്കുകയില്ലെന്ന്. ഗലാത്യക്കാർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നവന് എന്ത് ലഭിക്കുമെന്നാണ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ശിക്ഷ ലഭിക്കും. പൗലോസ് ശ്ലീഹ എന്തിന് അനുകൂലമായി പ്രസംഗിച്ചിരുന്നെങ്കിൽ കുരിശിൻ്റെ പേരിലുള്ള ഇടർച്ച ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരിച്ഛേദനത്തിന്. ഗലാത്യക്കാരെ അസ്വസ്ഥരാക്കുന്നവർ എന്തു ചെയ്തിരുന്നെങ്കിലെന്നാണ് പൗലോസ് ശ്ലീഹ ആശിച്ചത്? പൂർണ്ണമായും അംഗവിച്ഛേദനം ചെയ്തിരുന്നെങ്കിൽ. ആര് പൂർണ്ണമായും അംഗവിച്ഛേദനം ചെയ്തിരുന്നെങ്കിലെന്നാണ് പൗലോസ് ശ്ലീഹ ആഗ്രഹിച്ചത്? ഗലാത്യക്കാരെ അസ്വസ്ഥരാക്കുന്നവർ. സ്വാതന്ത്ര്യത്തിലേക്കാണ് ഗലാത്യക്കാർ വിളിക്കപ്പെട്ടിരിക്കുന്നതെങ്കിലും അത് എപ്രകാരമുള്ള സ്വാതന്ത്ര്യമായി ഗണിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി. സ്നേഹത്തോടുകൂടി ദാസരെ പോലെ പരസ്പരം എന്തു ചെയ്യാനാണ് ഗലാത്യക്കാരോട് പറഞ്ഞിരിക്കുന്നത്? പരസ്പരം സേവിക്കുവിനെന്ന്. സ്നേഹത്തോടുകൂടി ആരെപ്പോലെ പരസ്പരം സ്നേഹിക്കുവിനെന്നാണ് ഗലാത്യക്കാരോട് പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ദാസരെ പോലെ. ഏതു കൽപ്പനയിലാണ് നിയമം മുഴുവൻ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. നിങ്ങൾ എന്തു ചെയ്ത് പരസ്പരം നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുവാനാണ് പൗലോസ് ശ്ലീഹ ഗലാത്യക്കാരോട് പറഞ്ഞത്? അന്യോന്യം കടിച്ചു കീറുകയും വിഴുങ്ങുകയും ചെയ്തുകൊണ്ട്. എന്തിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവാനാണ് പൗലോസ് ശ്ലീഹ ഗലാത്യക്കാരോട് പറഞ്ഞിരിക്കുന്നത്? ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച്. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുതെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട്? ജഡമോഹങ്ങൾ ആത്മാവിനെതിരായതിനാൽ. ജഡമോഹങ്ങൾ ആത്മാവിനെതിരായതിനാൽ എന്തു ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്?
ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തിൻ്റെ അഭിലാഷങ്ങളും എന്തിൻ്റെ മോഹങ്ങളുമാണ് എതിരാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ജഡമോഹങ്ങളും ആത്മാവിൻ്റെ അഭിലാഷങ്ങളും. ജഡമോഹങ്ങളും ആത്മാവിൻ്റെ അഭിലാഷങ്ങളും പരസ്പരം എതിർത്തു നിൽക്കുന്നത് മൂലം നിങ്ങൾക്ക് എന്താണ് സാധിക്കാതെ വരുന്നതെന്നാണ് ഗലാത്യക്കാരോട് പറഞ്ഞത്. ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുന്നു. ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ എന്തിനു കീഴല്ലെന്നാണ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത്? നിയമത്തിന് കീഴല്ലെന്ന്. വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മദിരോത്സവം ഇവ എന്തിൻ്റെ വ്യാപാരങ്ങളാണ്? ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ. ജഡത്തിൻ്റെ വ്യാപാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ എന്ത് അവകാശപ്പെടുത്തുകയില്ല എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ദൈവരാജ്യം. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവ എന്തിൻ്റെ ഫലങ്ങളാണ്? ആത്മാവിൻ്റെ ഫലങ്ങൾ. എന്തിനെതിരായാണ് ഒരു നിയമവുമില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്? ആത്മാവിൻ്റെ ഫലങ്ങൾക്ക് എതിരായി. ആരാണ് തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നത്? യേശുക്രിസ്തുവിനുള്ളവർ. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ എപ്രകാരമാണ് ക്രൂശിച്ചിരിക്കുന്നത്? അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ. നാം പരസ്പരം എന്തെല്ലാം ചെയ്യുന്നവർ ആകാതിരിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ 5-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥ അഭിമാനികളും.